ദേവാലയത്തിൽ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ മനുഷ്യർ മുഴുവൻ ഉത്തരവാദിത്തം ചെയ്യുന്ന ദിവസമാണിത്. ശരിയോ തെറ്റോ എന്നതിനേക്കാളുപരി മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾ അങ്ങനെയായിപ്പോയി. എങ്കിലും പരമാവധി അങ്ങിലേക്ക് കടന്നു വന്ന് വചനം വായിക്കുവാനും ദൈവികമായ കാര്യങ്ങൾ നിർവഹിക്കുവാനും അങ്ങയുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകകാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും കർത്താവെ ഞായറാഴ്ച ഉപയോഗിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങ് അനുതാപത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി, നാളെയുള്ള ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടെന്ന്. ലീവിന് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസത്തെ ലീവാണ് കിട്ടുന്നത്. ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെയും ഒക്കെ കാണാം, ആശുപത്രിയിലൊക്കെ പോകാം, എല്ലാവരെയും കാണാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഹോംവർക്കുകൾ ചെയ്ത് തീർക്കാം, റെക്കോർഡ് എഴുതി തീർക്കാം. അതുപോലെ തന്നെ പല പ്രോജക്റ്റുകൾ അരിയർ കിടക്കുന്നുണ്ട്, അതെല്ലാം എഴുതി തീർക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. എങ്കിലും മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുറേ സമയം കാണുന്ന ആൾക്കാരുണ്ട്. ഇവരെ എല്ലാം നീ സന്ധിക്കണം. അവരെല്ലാം കർത്താവെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഞായറാഴ്ച ആയിട്ട് പോലും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തുണ്ട്. ഒരു വണ്ടിയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. മുതിർന്നവരെ, പ്രയാസപ്പെട്ടിരിക്കുന്നവരെ കൊണ്ടുപോകാൻ ചെറുപ്പക്കാർക്ക് വീട്ടിലോട്ട് താല്പര്യവുമില്ല. അവർ കുർബാന കൂടും, പക്ഷേ ആരെയും കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്. അവർ ടി വിയിലെ കുർബാനയാണ് പലപ്പോഴും കൂടുന്നത്. എന്തുമായിക്കോട്ടെ ഈശോയെ, അവർക്കൊക്കെ ഒരു അവസരം കിട്ടാൻ അവരുടെ വീട്ടിലൊരുത്ത് തേങ്ങ സഹിച്ചാണെങ്കിലും അവരെ വണ്ടിയിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന ഈശോയെ. അങ്ങയുടെ ആൾത്താര കാണാനും അങ്ങയുടെ പള്ളി കാണാനും ഒരിക്കലും അവർക്ക് അവസരം ഉണ്ടായിരുന്നു. അവരൊത്തിരി ജീവിച്ചതാണ് പള്ളിക്ക് വേണ്ടി. കർത്താവിൻ്റെ ആലയം കാണുമ്പോൾ തന്നെ അവിടെ മനസ്സ് കോരിത്തരിക്കും. അങ്ങനെയുള്ളവർ, പള്ളി മുട്ടിപ്പോയ ആൾക്കാർ തിരിച്ച് പള്ളിയിലേക്ക് ഒരു കാഴ്ച കാണാൻ, വാർദ്ധക്യകാലമാണെങ്കിലും ഒരു കാഴ്ച കാണാൻ ഇടയാക്കണം ഈശോയെ. അങ്ങനെ മക്കൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കന്മാരെ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്ത് പ്രയാസം, മല കയറിയും സ്റ്റെപ്പുകൾ കയറിയും കൊണ്ടുപോകുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് മൊത്തം നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ.